ഹായ് ഫ്രണ്ട്സ്, സബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഏപ്രിൽ മാസം 11-ാം തീയതി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 8ഓളം റിലീസുകളാണ്, 8 സിനിമകളാണ് ഏപ്രിൽ മാസം 11-ാം തീയതി റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. അതിനു മുമ്പേ തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് തിയേറ്ററിൽ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തു. 4 സിനിമകളാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത്. അതിൽ ബസൂക്ക എന്ന സിനിമ ഞാൻ കണ്ടു. നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമ കണ്ടു, ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സിനിമ ജിംഖാന, ആലപ്പുഴ ജിംഖാന എന്ന സിനിമ എയറിന്റെ ഷോയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഈ റിവ്യൂ എത്തിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അപ്ഡേറ്റുകളെയൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ സൗബിൻ ഷാഹിറും ബേസിൽ ജോസഫും പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ സോണി ലീവിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. 11-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമയായിരുന്നു. പക്ഷേ ഒരു ദിവസം മുമ്പേ തന്നെ, സാധാരണ സോണി ലീവിൽ അങ്ങനെയാണ്, ഒരു ദിവസം മുമ്പേ തന്നെ ഈ ഒരു സിനിമ റിലീസ് ചെയ്തു എന്നുള്ളതാണ്. മലയാളം അടക്കം തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലൊക്കെ ആയിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ള ഒരു തമിഴ് മൂവിയാണ്. ഒരേ പേച്ച് ഒരേ മുടിവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ തമിഴ് സിനിമ 2 ഓപ്ഷനിൽ അവൈലബിൾ ആണ് ഇപ്പോൾ മുതൽ. അടുത്തത് ഒരു വാർ ഹിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ചാവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഏപ്രിൽ മാസം 11-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു കോമഡി പിന്നെ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു 18+ മൂവിയാണ്, തമിഴ് മൂവിയാണ്. പെരുസു എന്ന് പറയുന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത മലയാളത്തിലുള്ള ഒരു സിനിമയാണ് നമ്മുടെ അർജുൻ ഗോപു, അനശ്വരരാജ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു ഡ്രാമ ത്രില്ലർ, കോർട്ട് റൂം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. കോർട്ട് സ്റ്റേറ്റ് വീസ് എ നോബഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. സ്വീറ്റ് ഹേർട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസാണ്. ചോരി 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് പിന്നെ ഏപ്രിൽ മാസം 11-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള സിനിമകളും. അതുകൂടാതെ ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളായിട്ടുള്ളത് 8ഓളം റിലീസുകളാണുള്ളത്. അതുകൂടാതെ വേറെ സർപ്രൈസ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് രാത്രി 12 മണിക്കോ നാളെയൊക്കെ ആയിട്ട് വേറെ സർപ്രൈസ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് നിങ്ങൾ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.